അപ്പം ഇങ്ങനെ ഇന്ന് വീട്ടിലും കറി വെക്കാൻ അയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ അമ്മനോട് പറഞ്ഞു, അമ്മ 2 അയില അവിടെ നിന്ന് മാറ്റി വയ്ക്കും, നമുക്കിന്ന് വേറൊരു രീതിയിൽ പൊരിച്ചെടുത്തിട്ട് നോക്കി വെക്കാമെന്ന്. അപ്പോൾ എന്തായാലും 2 അയിലക്കുട്ടന്മാരെ അമ്മ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല നോർമൽ രീതിക്ക് മസാലകൾ തേച്ചിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. അധികം മൊരിയിക്കാതെ ഒരു ഹാഫ് വേവിലാട്ട സംഭവം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സോഫ്റ്റും കൂടിയായി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, നാളികേരത്തിൻ്റെ പാലും കൂടി ഒഴിച്ചിട്ട് അവസാനത്തെ പണി ചെയ്തതാണ് സംഭവം. നല്ല നോർമൽ മസാലകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്നാലും ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ നാളികേരത്തിൻ്റെ പാലിൽ കുറുകി വന്ന മസാലയ്ക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പല ടൈപ്പിൽ ഫിഷ് മോളി കറി, പക്ഷെ ഇത് ഏതാണ്ടും എനിക്ക് അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടാണ്. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അത് നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാകുന്നത് വറക്കുമ്പോൾ തന്നെ സംഭവം നല്ല അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാരണം എന്നും മീൻ മേടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് നോർമൽ മസാലയുടെ പൊരിച്ചെടുക്കുക കഴിക്കുന്നതിനാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. പിന്നെ ആദ്യമായിട്ടല്ല മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷെ ഒരു അഡീഷണൽ മസാല ഇട്ടിട്ട് ട്രൈ ചെയ്തതിന് ആദ്യമായിട്ടാണ്. സംഭവം നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഒരു കുറവുണ്ടായിരുന്നു. സംഭവം നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റി. വേറെ ഒന്നും ചോറിൻ്റെ കൂടെ കറികളൊന്നും പ്രത്യേകിച്ച് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഗ്രേവി മാത്രം ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം നന്നായിട്ട് കഴിക്കാം. പിന്നെ ഇതിന് കൂടെ എനിക്ക് തോന്നുന്നു ചോറിനൊക്കെ ഇതിലുള്ള പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആവും. കാരണം അത്രയ്ക്ക് അടാറ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്